എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഇത് നല്ല കിടിലനായിട്ടുള്ള ടേസ്റ്റി ബ്രെഡ് ബോൾസ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് ബോൾസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയേണ്ട കൂട്ടുകാരെ, അതിനായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ ബ്രെഡ് കൊണ്ട് നല്ല കിടിലൻ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു ബൗളിലോട്ടാണ് കേട്ടോ ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദമാവാണ്. അപ്പം നമുക്കൊരു പിടി മൈദമാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദമാവ് എടുത്ത അതേ അളവിൽ തന്നെ നമുക്കിനി കടലമാവ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു പിടി കടലമാവ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇടേണ്ടത് മുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മതിയാവും. പിന്നെ ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് മധുരം ആവശ്യമാണ് ഇതിന്. കുറച്ച് പഞ്ചസാര, ഒരു 1-2 സ്പൂൺ പഞ്ചസാര കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലൈറ്റായിട്ട് ഉപ്പും കൂടെ, ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമുക്കിതൊരു ഇത്തിരി കട്ടയായിട്ടാണ് കിട്ടേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിവിടെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ യൂസ് ചെയ്യാം. വീട്ടിൽ നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്യാം. ഈ ഒരു ഒട്ടൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിലൊന്ന് യൂസ് ചെയ്യുന്നത്. ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഓയിൽ കൂടെ യൂസ് ചെയ്തിട്ട് ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ഒട്ടലൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ നന്നായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ പരിപാടിയിലോട്ട് കടക്കാം. നെക്സ്റ്റ് നമ്മൾ പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ റോളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ റോൾസ് ആക്കിയിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് നമ്മൾ ലോ ആക്കി വെക്കണം, അല്ലെങ്കിൽ കരിയാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പൊന്നും വേണമെന്നില്ല. അതങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിയിട്ട് റോളാക്കി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു സൈഡ് നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
രണ്ട് സൈഡും നന്നായിട്ടാവണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് ബോൾസ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ എണ്ണ കൊണ്ട് എല്ലാവരും നല്ല ചൂടും തീയും ഒക്കെയാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ. നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും കൂടിയാണ് ഈ ഒരു ബ്രെഡ് ബോൾസ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം, ഒരുപാട് ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ ചെറുതായിട്ട് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട്. കളറൊക്കെ ഒന്ന്, എല്ലാ ബോൾസും ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. അപ്പോൾ നമ്മുടെ കിടിലൻ ടേസ്റ്റി ബ്രെഡ് ബോൾസ് ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാ സൈഡും ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നമ്മളിങ്ങനെ ഇതാവുന്ന ഇളക്കി നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എല്ലാ സൈഡും അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡ് ബോൾസ് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിടിലൻ ടേസ്റ്റി ബ്രെഡ് ബോൾസ് ഇതാ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ബോൾസ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതാ ഒരു ടൊമാറ്റോ സോസ് കുറച്ചുകൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസിലൊക്കെ മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ കിടു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നുണ്ടെങ്കിൽ, യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.